ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ജൂലൈ 16-ന് തുടക്കമാകും. 16-ന് രാവിലെ 9-ന് തൃശൂർ അമരിപ്പാടം ശ്രീ ഗുരുനാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സത്യൻ തോട്ടത്തിൽ അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ സ്വാഗതം പറയും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എം ഹർഷൻ മുഖ്യപ്രഭാഷണം നടത്തും. അഡ്വക്കേറ്റ് എം സി അനിൽകുമാർ, കെ പി ചന്ദ്രൻ, ചൂനാട്ട് വിജയൻപിള്ള, കെ രഘുനാഥൻ പിള്ള, എം ഗോപാലകൃഷ്ണപിള്ള, രാജൻ കൊട്ടയ്ക്കുപുറം, ജി ധർമ്മദാസ് കുച്ചുമുറി, പ്രകാശൻ വലിയജീക്കൽ തുടങ്ങിയവർ പങ്കെടുക്കും. താരമുറിയാതെ ഉള്ള ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനായി ഈ 32 ദിവസവും ഇവിടെ വന്നുകൂടും. അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങ് വളരെ ഭംഗിയായി നടത്തുവാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് വിശ്വാസം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം അത് സംബന്ധമായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത്, വലിയൊരു കാര്യം അല്ലെങ്കിൽ പോലും ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പല നല്ല കാര്യങ്ങളും വലിയ പണച്ചെലവ് ചെയ്ത് ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനം ഭാഗവതാചാര്യൻ പള്ളിക്കൽ സുനിൽ നിർവഹിക്കും. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി 1500 പേർക്ക് ഒരേ സമയം ആഹാരം കഴിക്കാൻ കഴിയുന്ന സദ്യപ്പന്തലിന്റെ ജോലിയും ആരംഭിച്ചു. കണ്ണാടിയിൽ മുരളീധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ 70ഓളം പേർ പാചകത്തിന് നേതൃത്വം നൽകും. എല്ലാ ദിവസവും പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് നൽകുന്നത്. ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ 80ഓളം പേർ സദ്യ വിളമ്പും. ഓരോ ദിവസവും 1500 മുതൽ 2000 കിലോ വരെ അരിയാണ് സദ്യക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 15,000 മുതൽ 20,000 പേർ വരെ ദിവസവും കർക്കിടക സദ്യയിൽ പങ്കെടുക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ പടിഞ്ഞാറേ സേവാ പന്തലിൽ ആധ്യാത്മിക ആചാര്യന്മാരുടെ പ്രഭാഷണം നടക്കും. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 40 കോടി രൂപയിൽ കൂടുതൽ ഇവിടുത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഫിക്സർ, ആ തുകയിലെ 1 രൂപ പോലും ആ ഫിക്സർ തുക പിൻവലിച്ചല്ല. ഇവിടെ ഈ 10 കോടിക്ക് മുകളിലുള്ള വികസന പ്രവർത്തനം കഴിഞ്ഞ 13 മാസമായിട്ട് ഈ ക്ഷേത്രത്തിലും ഇതിന്റെ അനുബന്ധ സ്ഥാപനമായ പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും BSc നഴ്സിംഗ് കോളേജിലും ജനറൽ നഴ്സിംഗ് സ്കൂളും നടത്തിയിട്ടുണ്ട്. വർഷങ്ങളായി അതിവിടെ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് അത്യാവശ്യം വേണ്ട യാതൊരു എല്ലാ സംവിധാനങ്ങളും തകർന്നു കിടന്നപ്പോൾ ഹോസ്പിറ്റൽ ഏതാണ്ട് ഭീമമായ ഏതാണ്ട് 5.5 കോടി രൂപയ്ക്ക് മുകളിൽ കടത്തിൽ കിടന്ന ആ ഹോസ്പിറ്റലിനെ ഇന്ന് സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാണിക്കപ്പണം എണ്ണിയിട്ടില്ല. ഓഗസ്റ്റ് 28-ന് ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന സമൂഹവാഹത്തിന്റെ അപേക്ഷകൾ ഈ മാസം 15 വരെ പരിഗണിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.